ഈ വേൾഡിലെ 90% ആൾക്കാർക്കും ഗോൾസ് ഉണ്ട്. ബട്ട് ഓൺലി 10% ആൾക്കാർ മാത്രമേ ഓലെ ഗോൾസ് ആ വർഷം കഴിയുമ്പോൾ അച്ചീവ് ചെയ്യുന്നുള്ളൂ. വൈ? So in this video I talk about how to actually set and achieve your goals. If you don't know me, എൻ്റെ പേര് മുബഷിർ. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കാൻ വിട്ടുപോയ കാര്യങ്ങൾ ലൈക്ക് ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, ഹെൽത്ത്, പെർഫോമൻസ്, അതായത് ഒരു ഗോൾ സെറ്റ് ചെയ്യാനും വേണ്ടി വർക്ക് ചെയ്യുക, ടോട്ടലി സെൽഫ് ഇംപ്രൂവ്മെന്റ് കൺസെപ്റ്റിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കൽ. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ സെറ്റ് സിസ്റ്റംസ് നോട്ട് ഓൺലി ഗോൾസ്. ഈ സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടുണ്ടാവും. സംഭവത്തിന് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഗോൾ എന്താ പറഞ്ഞുതരാം. ഗോൾ എന്ന് പറയുന്നത് വെയർ യു വാണ്ട് ടു റീച്ച്, നമുക്ക് എവിടെ എത്തിച്ചേരണ്ടേ, ഈ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തിച്ചേരണം, അതായത് ഒരു ഡെസ്റ്റിനേഷൻ, ഒരു ലക്ഷ്യസ്ഥാനം, അതാണ് ഗോൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് സിസ്റ്റം ആണെങ്കിലോ, സിസ്റ്റം വിച്ച് ഹാബിറ്റ്സ്, ഒരു ടാസ്ക്സ്, ഒരു ആക്ഷൻസ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ഷൻസ്, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എഫേർട്ട്, അതിനു വേണ്ടി വർക്ക് ഔട്ട്, ഈ സംഭവങ്ങൾ, എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്താലാണ് നമ്മൾ ആ ഗോൾസിലേക്ക് ഒരു വർഷം കഴിയുമ്പോൾ എത്തുക. സോ സിസ്റ്റം ഗോളും ഏകദേശം മനസ്സിലായി എന്ന് വരുന്നു. ഒരു ബ്രീഫിൽ പറയുകയാണെങ്കിൽ ഗോൾ നമ്മൾ എത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, ഇപ്പം നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ എത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നേരെ മറിച്ച് സിസ്റ്റം ആണെങ്കിലോ, ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്താലാണ് നമ്മൾ അവിടെ എത്തുക. ഇങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ഒരു 50 kg ഉള്ളൂ, 50 കിലോനുള്ളൂ, നല്ലൊരു കുറച്ചൊക്കെ ഒരു തടിയില്ലാത്ത ഒരു തടിയില്ലാത്ത ഒരാളാണ്. മൂപ്പര് ആഗ്രഹിച്ചു എന്ത്, ഈ 2026 കഴിഞ്ഞതിന് മുന്നേ ഒരു വർഷം കൊണ്ട് എനിക്ക് 75 കിലോനാവണം, അതായത് 25 kg എനിക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം. അത് തന്നെ ഫുഡ് കഴിച്ചാണ്ട്, വെറും ഫുഡ് കഴിച്ചാണ്ട് ഫാറ്റഡ് ബോഡി അല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ക്ലീൻ ആയിട്ടുള്ള, നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, ആ വി ഷേപ്പൊക്കെ ഉള്ള ഒരു ബോഡി ഉണ്ടാക്കിയെടുക്കണം മൂപ്പര് തീരുമാനിച്ചു. ഇതാണ് മൂപ്പരെ ഗോളിൻ്റെ എക്സാമ്പിളാണ്. അതായത് ഈ ഒരു വർഷം കഴിയുമ്പോഴത്തേന് 2027 ജനുവരിൻ്റെ മുന്നേ എനിക്ക് ഇവിടെ എത്തിത്തരണം. ഞാനിപ്പോൾ എവിടെ ഉള്ളത്, 50 കിലോന് ഫുള്ള് തടിയില്ലാത്തൊരു ചെറുക്കനാണ് ഞാൻ. ഇനി എനിക്ക് 27 ആകുമ്പോഴത്തേന് 25 കിലോ കൂട്ടിയാണ്ട് എൻ്റെ കിലോന് 75 ആക്കിയാണ്ട് നല്ലൊരു ക്ലീൻ ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബോഡി എനിക്ക് ഉണ്ടാക്കിയിടണം. അതാണ് ഗോൾ. ഈ മൂപ്പരെ സിസ്റ്റം എന്താ, മൂപ്പര് എന്ത് വേണ്ടി ചെയ്യണം? സിസ്റ്റമാണ് ഡെയിലി നേരത്തെ എണീറ്റാണ്ട് ജിമ്മുക്ക് വേണ്ടി വരും, നല്ല ഫുഡ് കഴിക്കേണ്ടി വരും, പ്രോട്ടീൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടി വരും, ഹെൽത്തി അല്ലാത്ത, അതായത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗർ, ഫാറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കേണ്ടി വരും, പുറത്തത്തെ ഫുഡുകളൊക്കെ ഒഴിവാക്കേണ്ടി വരും, നല്ല സ്ലീപ്പ്, നല്ലൊരു 7 to 9 hours ഗുഡ് സ്ലീപ്പ് മൂപ്പരെ ബോഡിക്ക് കൊടുക്കേണ്ടി വരും. ഇതാണ് മൂപ്പര് ചെയ്യേണ്ട സംഭവം. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉറങ്ങുക, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, നല്ല രീതിയിൽ വർക്കൗട്ട്, പോയി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാം. ഇതാണ് മൂപ്പരെ സിസ്റ്റംസ്. അപ്പോൾ ഗോളും സിസ്റ്റം എന്താ മനസ്സിലാവുക. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, 2026 കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി, യൂട്യൂബ് തുടങ്ങി. അപ്പോൾ എന്തായി, 27 ആകുമ്പോഴത്തേന് മൂപ്പര് കരുതി എന്ത് ചെയ്യും, 50K സബ്സ്ക്രൈബേഴ്സ് ആവണം. അതായത് 50,000 സബ്സ്ക്രൈബേഴ്സ് ഈ 2027 ആകുമ്പോഴത്തേന് ആവണം. അതാണ് മൂപ്പരെ ഗോള്, ഡെസ്റ്റിനേഷൻ, ലക്ഷ്യസ്ഥാനം, ഇവിടെ എത്തണം. നേരെ മറിച്ച് മൂപ്പരെ സിസ്റ്റം എന്താ, ഡെയിലി നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു, വീഡിയോസിൻ്റെ തംബ്നെയിൽ മാറ്റേണ്ടി വരും, നല്ല ക്വാളിറ്റി കണ്ടന്റ് ഇറക്കേണ്ടി വരും, വീഡിയോ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കേണ്ടി വരും. സോ അതാണ് ഗോളും സിസ്റ്റം മനസ്സിലായി എന്ന് കരുതുന്നു. സോ രണ്ടാമത് ഗോളിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, റൈറ്റ് യുവർ ഗോൾസ് ഓൺ പേപ്പർ. അതായത് നമ്മളെല്ലാവരും ഗോൾ സെറ്റ് ചെയ്യുക എവിടെ അറിയോ, നമ്മളെ തലച്ചോറിൽ. ഈ തലച്ചോറിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ മൈൻഡ് പറയുന്നത് രണ്ടെണ്ണം ഉള്ളത്, ഒന്ന് കോൺഷ്യസ് മൈൻഡും രണ്ടാമത് അൺകോൺഷ്യസ് മൈൻഡും. ഈ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കരുതുന്ന സാധനങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പിച്ച കാര്യങ്ങളൊന്നും അധിക നേരം നിൽക്കാനുള്ള ചാൻസ് ഇല്ല. നമ്മളത് ചിലപ്പോൾ ഫോർഗെറ്റ് ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡിലാണെങ്കിലോ, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെ, നമ്മൾ ഡെയിലി ചെയ്തു വരുന്ന സംഭവങ്ങൾ. അപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ നേരത്തെ എണീക്കുക, ഫുഡ് കഴിക്കുക, സ്കൂളിൽ പോകുക, അല്ലെങ്കിൽ ജോലിക്ക് പോകുക, ഈ ഇന്ന വാച്ച് എടുക്കുക, അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുക, ഇതൊക്കെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് സ്റ്റോർ ആയിക്കണത്. ഇതൊന്നും ഇന്നിപ്പോൾ ഡ്രസ്സ് ഇടണോ, അല്ലെങ്കിൽ ഇന്ന് ഫുഡ് കഴിക്കണോ, ഇതൊന്നും നമുക്ക് ചിന്തിക്കാമല്ല. നേരായ എണീക്കും, നേരായ ഫുഡ് കഴിക്കും, പുറത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് മാറ്റും. ഇതൊക്കെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് സ്റ്റോർ ആയിക്കണം. നേരെ മറിച്ച് കോൺഷ്യസ് മൈൻഡിലൊന്നും അധിക സംഭവങ്ങളും നിൽക്കില്ല. സോ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക എങ്ങനെ, ഈ ഒരു കൊല്ലം കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു ബോഡി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു 30 കിലോന് എനിക്ക് എൻ്റെ ബോഡിയിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാക്കണം നമ്മൾ തീരുമാനിക്കും. ഇത് എവിടെയും നമ്മൾ എഴുതിയേക്കുന്നില്ല. സോ എന്ത് ചെയ്യുക, ഏറ്റവും നല്ല എന്ത് ചെയ്യുക, ഒരു ക്ലിയർ ആയിട്ടുള്ള പേപ്പറിൽ നിങ്ങളെ ഗോൾ എന്താണെന്ന് കൃത്യമായിട്ട് എഴുതിയേക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയുന്നതിൻ്റെ കേസിൽ ഞാൻ ഏറ്റവും കാണുന്ന കൂടുതൽ സാധന സ്ഥലമാണ് ഇവിടെ ഞാൻ പഠിക്കാനിരിക്കുന്ന ബെഞ്ച്. അപ്പോൾ ഞാൻ ഇന്നെ പഠിക്കാനിരിക്കുന്ന സംഭവങ്ങളും ഗോളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ എഴുതിയേക്കും. ഒരു കൊല്ലം കഴിഞ്ഞാൽ എന്ത് ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യണം, എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യണം ഞാൻ അവിടെ എഴുതിയേക്കും. ഓട്ടോമാറ്റിക്കായി രാവിലെ ഇവിടെ ബുക്ക് വായിക്കാൻ പഠിക്കാനിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഈ ഗോൾ കാണും. ആ ഗോളിനും വേണ്ടി ഞാൻ വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. സ്റ്റഡീസ് ഷോ ചെയ്തൊരു സംഭവമാണ്, അല്ലെങ്കിൽ സ്റ്റഡീസ് പബ്ലിക് ചെയ്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 90% ആൾക്കാർക്കും ഗോൾസ് ഉണ്ട്. അതായത് ലോകത്തിൽ ഒരു 100 ആൾക്കാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 90 ആൾക്കാർക്കും ഗോൾസ് ഉണ്ട്. അതിൽ ഓൺലി 10% മാത്രമേ ഓരോ ഗോൾസ് എന്താണെന്ന് എഴുതി വെക്കുള്ളൂ.
എവിടെയെങ്കിലും എഴുതിയേക്കുള്ളൂ. സോ അപ്പോൾ എന്ത് ചെയ്യുക, രണ്ടാമത് ഞാൻ പറയും റൈറ്റ് യുവർ ഗോൾസ് ഓൺ പേപ്പർ. മൂന്നാമതായിട്ട് ലാസ്റ്റ് എനിക്ക് പറയാനുള്ള സംഭവമാണ് ഡോണ്ട് ടോക്ക് അബൌട്ട് യുവർ ഗോൾസ് ടു എനി വൺ. നിങ്ങളിപ്പോൾ ഫ്രണ്ട്സിനോടായാലും ഫാമിലിനോടായാലും ആരോടായാലും നിങ്ങളുടെ ഗോൾസിനെ കുറിച്ചോ നിങ്ങളെ ലക്ഷ്യത്തിനെ കുറിച്ചോ എനിക്കിത് കഴിഞ്ഞാൽ ഇതാവണം, അല്ലെങ്കിൽ ഞാനൊരു കൊല്ലം കഴിഞ്ഞാൽ ഈ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങും, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആവണം, നിങ്ങളൊരു കാര്യം ഒരാളോട് പറയേണ്ട ആവശ്യമില്ല. ഒന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളെ സക്സസ് ആഗ്രഹിക്കണില്ല, ഈവൻ നിങ്ങളെ ബ്രദേഴ്സ് ആയാലും നിങ്ങളെ ഫ്രണ്ട്സ് ആയാലും. കാരണം അത് ആരും കുറ്റമല്ല, നമ്മളെ ഹ്യൂമൻ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടായി വന്നത് തന്നെ എങ്ങനെ മറ്റുള്ള ആൾക്കാർ ലൈഫിൽ ജയിക്കുമെന്ന് കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവില്ല. ഉള്ളിലുണ്ടാവും നേരെ മറിച്ച് ഒരു അസൂയ മരിയേക്കാരം. എന്നാൽ നേരെ മറിച്ച് ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർക്ക് നല്ല സന്തോഷം തന്നെ ഉണ്ടാവും. ഓൻ ജയിക്കുകയാണെങ്കിൽ എനിക്കും ജയിക്കണം ആ ഒരു മൈൻഡ് സെറ്റ് കാരം, അത് വേറെ വിഷയം. സോ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരാളോട് നമ്മളെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് നമ്മൾ ജയിക്കണത് കാണാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ മൂപ്പര് നമ്മളെ കുറിച്ച് നെഗറ്റീവേ പറയുള്ളൂ. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ. ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി, ഇത് ചെയ്യണം, ഇതിലൂടെ ഇത് ചെയ്യണം, ഇതിലൂടെ ഇത് ചെയ്താൽ അതിൻ്റെ ലൈഫ് സെറ്റിലാവുന്നൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ഒരു വിഷയം ഉണ്ടാവും, എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു വിഷയം ഉണ്ടെങ്കിലും മൂപ്പര മൈൻഡ് സെറ്റ് ചിലപ്പോൾ 0 ആയിക്കാരം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ലാസ്റ്റ് തന്നെ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ദ മോർ യു ഷെയർ ദി ലെസ് യു അച്ചീവ്. നമ്മൾ എത്രത്തോളം നമ്മളെ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരോട് പറയണതോ അത്രത്തോളം നമ്മൾ ആ സംഭവങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് കുറവേ കാരണം. അതിൻ്റെ ഒരു സയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആൾക്കാരോട് നമ്മളെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഡെയിലി ജിമ്മിക്ക് പോകട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഫിനാൻഷ്യലായിട്ട് ഇത്ര സെറ്റ് ആവുമെന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി അപ്പം തന്നെ നമുക്കൊരു ഡോപ്പമീൻ ഉൽപ്പാദിപ്പിച്ച് തരുന്നുണ്ട്. ഞാൻ അവിടെ എത്തിയ മാതിരി. അതായത് ഒരു കൊല്ലം കൈമേ 2 ലക്ഷം ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ആ 2 ലക്ഷം നമ്മളെ കജ്ജക്ക് വന്ന മാതിരി ഒരു ഉള്ളിലൊരു ത്വര വരും. അതുകൊണ്ട് നമ്മളതിന് വേണ്ടി പണിയെടുക്കാനുള്ള ചാൻസ് കുറവേക്കാറ്. സോ എത്രത്തോളം നിങ്ങൾ പറയണോ അത്രത്തോളം നിങ്ങൾ ആ സംഭവം അച്ചീവ് ചെയ്യുക. ആരോടും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണ് ലക്ഷ്യം അത് ഞാൻ പറഞ്ഞ മാതിരി പേപ്പറിൽ എഴുതിയാണ്ട് കൂടുതൽ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുക, അതിന് വേണ്ടി പണിയെടുക്കുക, അതിൻ്റെ റിസൾട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്പീക്ക് ചെയ്തോളും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ is for you understand. See you in the another video.